പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയായ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള പ്രവൃത്തിക്ക് കരാറാകുന്നു. KSEB ടെൻഡർ ക്ഷണിച്ച ആദ്യ പ്രവൃത്തി ഏറ്റെടുത്ത വ്യക്തി ഈ ആഴ്ച കരാർ വയ്ക്കും. വരുന്നയാഴ്ച തന്നെ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. KSEBയുടെ പുനലൂർ സബ്സ്റ്റേഷനിൽ നിന്നും റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് 2 സബ്സ്റ്റേഷനുകളിലും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും സ്ഥാപിക്കുന്നതിനുള്ളതാണ് ആദ്യ കരാർ. 61 ലക്ഷമാണ് കരാർ തുക. KSEB സബ്സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സബ്സ്റ്റേഷൻ വരെ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതിനുള്ള രണ്ടാമത്തെ പ്രവൃത്തിക്ക് ക്ഷണിച്ച ടെൻഡർ വെള്ളിയാഴ്ച തുറക്കും. 13.85 കോടിയുടേതാണ് പ്രവൃത്തി. 4 മാസമാണ് പൂർത്തിയാക്കുന്നതിനുള്ള കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായില്ലെങ്കിൽ പരമാവധി 6 മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പുനലൂർ ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിയാൽ കൊല്ലം ചെന്നൈ പാതയിൽ വൈദ്യുതയാത്രാ വണ്ടി ഓടിക്കുന്നത് കൂടുതൽ സുഗമമാകും. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇതിനുള്ള നടപടികൾ KSEB ത്വരിതപ്പെടുത്തിയത്. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കൂടി പൂർത്തിയായാൽ പ്രവൃത്തികൾ ഏറെ സുഗമമാകാനും സാധ്യതയുണ്ട്. ഇടമൺ ഭഗവതിപുരം സെഷനിലും കഴിഞ്ഞയാഴ്ച റെയിൽവേ വൈദ്യുതീകരണം പൂർത്തിയാക്കിയിരുന്നു. പുനലൂരിലെയും ചെങ്കോട്ടയിലെയും സബ്സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമാകാത്തതിനാൽ സെക്ഷനിൽ പരീക്ഷണോട്ടം നടത്താൻ കൊല്ലം പെരുന്നാട്ടു നിന്നും തെങ്കാശിയിലെ വീരാനെല്ലൂരിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കേണ്ട ബുദ്ധിമുട്ടിലാണ് റെയിൽവേ. പുനലൂരിൽ KSEBയുടെ സബ്സ്റ്റേഷനിൽ നിന്നും 2.7 കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചു വേണം റെയിൽവേ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കാൻ. വിവിധ കാരണങ്ങൾ കൊണ്ടും KSEBയും റെയിൽവേയും തമ്മിലുള്ള ശീതസമരം കാരണവും അനുമതികൾ ലഭിക്കുന്നത് അനിശ്ചിതമായി വൈകിയിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.